ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡേ ഇൻ മൈ ലൈഫും ക്ലാസ്സിന് പോകുന്നൊരു ഡേയും അങ്ങനെ ഒക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. മോർണിംഗ് എണീറ്റു, ഗുഡ് മോർണിംഗ്. നേരെ ഇതാ ബ്രഷ് ചെയ്യാൻ വേണ്ടി പോകുകയാണ്. ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ഫേസ് വാഷ് യൂസ് ചെയ്യും. ഈ ഒരു സിമ്പിളിൻ്റെ ഫേസ് വാഷാണ് കേട്ടോ ഞാൻ അപ്പോൾ യൂസ് ചെയ്യുന്നത്. അടിപൊളി പ്രൊഡക്റ്റാണ്. അത് കഴിഞ്ഞിട്ട് നേരെ കുളിക്കാൻ വേണ്ടി പോകും. കുളിക്കാൻ പോകുമ്പോൾ നല്ലൊരു ആശ്വാസമാണ്. അത് കഴിഞ്ഞിട്ട് നേരെ സുബഹ് നിസ്കരിക്കാനാണ് കേട്ടോ പോകുക. സുബഹ് നിസ്കാരം കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. നേരെ ഇതാ നൈൽ പോളിഷ് ഇടാനാണ് കേട്ടോ പിന്നെ പോകുക ഞാൻ. കാരണം നമ്മളെ നൈൽസിന് നല്ലൊരു ഗ്ലോ കിട്ടും ഇതിട്ടിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇതൊരു 2 hours ഒക്കെ നിൽക്കുള്ളൂ, പെട്ടെന്ന് റിമൂവ് ആവും. ഇത് നമ്മൾ അത്രയും കെയർ ചെയ്യുകയാണെങ്കിൽ മാത്രമേ കുറച്ച് ടൈമൊക്കെ നിൽക്കുള്ളൂ. ക്ലാസ്സുള്ളൊരു ഡേ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഷടപടേന്നായിരിക്കും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് നേരെ ബ്യൂട്ടി ടിപ്സിലേക്ക് എടുക്കും. അതായത് ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ബീട്രൂട്ടാണ് കംപ്ലീറ്റ് എന്ന്, പക്ഷേ അല്ല കേട്ടോ, ഇതിൽ വേറെയും കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഇതിൽ നിന്നിട്ട് ഒരു ഐസിൻ്റെ സ്ക്യൂബ് എടുത്തിട്ട് ചൂടുവെള്ളത്തിലോ തണുത്ത വെള്ളത്തിലോ പച്ച വെള്ളത്തിലോ ആയാൽ മതി. അങ്ങനെ ഒരു ഐസിൻ്റെ സ്ക്യൂബ് എടുത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൗന്ദര്യത്തിന് വളരെ നല്ലതാണ് ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോകുന്നത് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടും. എനിക്ക് എൻ്റെ ബെഡ്റൂം ആണെങ്കിലും ടേബിൾ ആണെങ്കിലും ഒക്കെ നല്ല ക്ലീൻ ആയിട്ട് കിടക്കുന്നത് കാണാനാണ് കേട്ടോ ഇഷ്ടം. ഇനി ഞാൻ നേരെ പോകുന്നത് ബാൽക്കണിയിലേക്കാണ്. അവിടെ കുറച്ച് ടൈം വന്ന് ഇരിക്കും. അതായത് കിളികളുടെ കിളക്കിളക്കുള്ള ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം ഇരിക്കും. അത് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് ജെല്ലിക്ക് ഫുഡ് കൊടുക്കാനാണ്. ഓൾക്ക് ഫുഡ് കൊടുത്താലുള്ള അവസ്ഥ താഴെ ഫുഡും ഓള് മേലെയാണ് ഉണ്ടാവുക. അതായത് ഞാൻ ഫുഡ് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഡോർ ലോക്ക് ചെയ്യുന്ന അറിയുന്നതുകൊണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നത്. ഇനി ഒരു ഓട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ബട്ടർഫ്ലൈനെ കണ്ടിട്ട് പോയതാണ്. നേരെ ടെറസിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. ഇനി അവിടുന്ന് പിടിച്ച് കൊടന്ന് ഞാൻ താഴെ ഇരുത്തി. അപ്പോൾ ഇനി കുറേ ടൈം ഓർക്കാനുണ്ടാവും കേട്ടോ. എന്താണ് ഇതിനെ മാത്രം ഓർക്കാനെന്ന് എനിക്കറിയില്ല. കുറേ ടൈം ഓർക്കും, എന്താണാവോ എന്തോ. ഇപ്പോൾ എന്ത് പാറി പറക്കണ കണ്ടാലും അതിൻ്റെ ബാക്കിലാണ് കേട്ടോ ഫുള്ള് കളിയും. അത് കഴിഞ്ഞ് ഞാൻ നേരെ കിച്ചണിലാണ് വരുന്നത്. നേരെ ലൈറ്റ് ഓൺ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നേരെ കർട്ടൻ ഒന്ന് പൊക്കിയിടാൻ വിചാരിച്ചു. അതായത് എനിക്ക് മോർണിംഗിൽ തന്നെ ഈ അകത്ത് ലൈറ്റ് ഇടുന്നത് എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല. പുറത്തത്തെ ആ ഒരു ലൈറ്റാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഒന്ന് കർട്ടൻ ജസ്റ്റ് പൊക്കിയിട്ട് നോക്കി. പക്ഷേങ്കിൽ പുറത്തത്തെ ആ ഒരു ലൈറ്റ് കൊണ്ട് എനിക്ക് വീഡിയോ എടുത്തിട്ടൊരു ക്ലിയർ ഇല്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ലൈറ്റ് തന്നെ ഓൺ ചെയ്ത് എന്നിട്ടാണ് കേട്ടോ ബാക്കി വീഡിയോ എടുത്തത്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ളത് ദോശയും സാമ്പാറും ആയിരുന്നു. അപ്പോൾ എനിക്ക് മോർണിംഗ് തന്നെ ഈ കറി അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കോഫി ഉണ്ടാക്കാം, പിന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരെ കോഫി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. സാധാരണ ഇവിടെ ഗുഡ് ലൈഫിൻ്റെ മിൽക്ക് ഉണ്ടാവാറുണ്ട്. ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞത് കൊണ്ടാണോ എന്നറിയില്ല, ഗുഡ് ലൈഫിൻ്റെ മിൽക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാധാ മിൽമൻ്റെ മിൽക്കാണ് കേട്ടോ അപ്പോൾ യൂസ് ചെയ്യുന്നത്. അതും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മിൽമൻ്റെ മിൽക്ക് നമ്മൾ ഒരു ഗ്ലാസ്സിനാണ് നമ്മൾ കോഫി ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ മിൽക്കും പിന്നെ കുറച്ച് വാട്ടറും കൂടി ആഡ് ചെയ്യണം. എന്നെങ്കിൽ നമുക്ക് കോഫി ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ ബ്രൂവും പിന്നെ മിൽക്ക് പൗഡറൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മിൽക്ക് പൗഡറും ഷുഗറൊക്കെ ഒന്ന് ആഡ് ആക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ പാലിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ബ്രൂ ഒന്ന് ആഡ് ആക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ബ്രൂ ഇട്ടപ്പോൾ എന്തോ ഒരു കട്ട പിടിച്ച പോലെ ഉണ്ടായിരുന്നു. അതായത് അതിൻ്റെ ആവി കയറിയിട്ട് കട്ട കുത്തിയതാണെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സാക്കി കൊടുത്തു. എന്നിട്ട് തിളച്ച് വന്നപ്പോൾ ഞാൻ അതിൽ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുവാണ്. ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുന്നതിൻ്റെ ഇടയിൽ അതൊന്ന് നൈസായിട്ട് ചിന്തി, അതായത് അത് സ്വാഭാവികം. അത് കഴിഞ്ഞ് ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അത് പൊക്കിയപ്പോൾ എൻ്റെ കയ്യും പൊള്ളി, അതും സ്വാഭാവികം. അത് കഴിഞ്ഞ് ഞാനിതാ നേരെ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ ഒരു സാധനം ഇങ്ങനെ ആക്കുമ്പോൾ നല്ലൊരു സുഖമാണ് കേട്ടോ, മനസ്സിന് തന്നെ ഒരു സുഖമാണ്. അത് കഴിഞ്ഞ് ഞാനൊരു 3 ബ്രെഡാണ് കേട്ടോ എടുക്കുന്നത്. സാധാരണ ഞാൻ 4 ബ്രെഡൊക്കെ കഴിക്കാറുണ്ട്. ഇന്ന് ക്ലാസ്സിന് പോകുന്നത് കൊണ്ട് മസ്തായി എവിടെയെങ്കിലും വീകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ 3 ബ്രെഡാണ് എടുക്കുന്നത്. പിന്നെ മിൽമൻ്റെ ഒരു ഗീ ഉണ്ട്, അപ്പം അത് വെച്ചിട്ടാണ് ടോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് വെച്ചിട്ട് ടോസ്റ്റ് ചെയ്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് പാൻ എടുത്ത് അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഗീ ഒഴിച്ച് അതൊന്ന് സ്പ്രെഡ് ആക്കിയിട്ട് നമുക്ക് ഓരോ ബ്രെഡുകളായിട്ട് വെച്ച് കൊടുക്കണം. ബ്രെഡ് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്പർ 1, അതായത് ബ്രെഡ് കരിഞ്ഞു പോകാൻ നല്ല സാധ്യതയുണ്ട് ഗൈസ്. എൻ്റെ അടുത്തുനിന്ന് ഒരു 2-3 കരിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഫോണിൽ കളിക്കുന്നത് ശ്രദ്ധിക്കുക വളരെയധികം. അത് കഴിഞ്ഞ് ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ. കാരണം അതൊന്ന് ഇങ്ങനെ സെറ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കണം. ബ്രെഡ് ഇങ്ങനെ കരിഞ്ഞു പോവാതെ നമ്മൾ ശ്രദ്ധിക്കണം. എന്നാലേ അതിൻ്റെ ഒരു കറക്റ്റിൽ കിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് എൻ്റെ റൂമിൽ പോയിട്ടാട്ടോ ഞാൻ കഴിക്കുന്നത്. സാധാരണ ഇവിടെ ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ മാത്രമേ കഴിക്കുകയുള്ളൂ. എൻ്റെ ഉമ്മ ആണെങ്കിലും ബ്രദർ ആണെങ്കിലും കഴിക്കില്ല. അപ്പോൾ എൻ്റെ റൂമിൽ പോയിട്ടാട്ടോ ഞാൻ കഴിക്കുന്നത്. നേരെ
വിൻഡോ ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടിട്ട് നമുക്ക് കഴിക്കാം. അതാവുമ്പോൾ നമുക്ക് റോഡിലൂടെ പോകുന്ന ആളുകളെ വായ നോക്കുകയും ചെയ്യാം, നമുക്ക് കഴിക്കുകയും ചെയ്യാം. വിൻഡോ ഓപ്പൺ ആക്കിയിട്ടതുകൊണ്ട് നല്ല കാറ്റുണ്ടായിരുന്നു. തേങ്ങാക്കൊലകൾ ആടുന്നു ഗായ്സ്, നിങ്ങൾ കാണുന്നുണ്ടോ? അത് കഴിഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഫോൺ നോക്കാറുള്ളത്. ഫോണിൽ ഫസ്റ്റ് തന്നെ പിൻട്രസ്റ്റ് ആയിരിക്കും എടുക്കുക. പിൻട്രസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ അതിലധികം എസ്തെറ്റിക് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും ഉണ്ടാകുക. കാർട്ടൂൺ പിക്ചേഴ്സ്, ക്രാഫ്റ്റിംഗ് വീഡിയോ, ഇതൊക്കെ കാണും, എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാണണമല്ലോ. അത് കഴിഞ്ഞ് ഇൻസ്റ്റഗ്രാം നോക്കും, വാട്സപ്പ് നോക്കും, യൂട്യൂബ് നോക്കും. ഇതൊക്കെ ടൈം ഉണ്ടെങ്കിൽ മാത്രം. ആക്ച്വലി പറയുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ ഫോണിലാണ്, ഉമ്മൻ്റെ ഫോണിലാണ് ഞാൻ വീഡിയോ കാണുന്നത്. അതുകൊണ്ട് ഉമ്മൻ്റെ യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികം കാണാൻ സാധിക്കുക അസ്മറിന് മാത്രമായിരിക്കും ഗൈസ്. കാരണം എൻ്റെ മമ്മി അസ്മറിന് വീഡിയോക്ക് അഡിക്റ്റാണ് കേട്ടോ. അവൾ എന്തൊക്കെയാണ് ഒരു ദിവസം കഴിച്ചത് ഉമ്മക്ക് കറക്റ്റായിട്ട് കിട്ടും. പക്ഷെ ഞാൻ എന്താ കഴിച്ച ഉമ്മക്ക് അറിയില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ബുക്കും ബാഗൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുകയാണ്. അതിൽ ഫസ്റ്റ് തന്നെ മിക്സ് മിഠായി കാണിച്ചെന്താ വെച്ചാൽ എനിക്ക് തൊണ്ടയ്ക്ക് വയ്യ, കിച്ച് കിച്ചാണ്. അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യം ഞാൻ കുറച്ച് ദിവസമായി കൂടെ കൂട്ടിയിട്ടുള്ളതാണ്. ഇനി നമുക്ക് ബാഗ് ഒന്ന് കാണിക്കാം. അതിന് ഞാൻ ഫുൾ വൈറ്റ് ആയിട്ട് കുറേ തപ്പി. അതിൽ എനിക്ക് കിട്ടിയത് ഈ ഫ്രണ്ടിലത്തെ ഡോറാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ തൂക്കിയിട്ടിട്ട് കാണിക്കാൻ വിചാരിച്ചു. എല്ലാവരും ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ബാഗൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് ആറ്റിറ്റ്യൂഡാക്കി. എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ ബാഗ്, കൊള്ളാമോ? അത് കഴിഞ്ഞ് ഞാൻ ഇനി ബോഡി ലോഷൻ ഇടാൻ വേണ്ടി പോവാണ്. പപ്പായൻ്റെ ഈ ബോഡി ലോഷൻ ഞാൻ എപ്പോഴെങ്കിലൊക്കെ ഇടാറുള്ളൂ. ഞാൻ അധികം യൂസ് ആക്കുന്നതും എൻ്റെ ഫേവറേറ്റും പെട്രോളിൻ്റെ ഈ റോസിൻ്റെ മോയ്സ്ചറൈസറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ബോഡി ലോഷൻ. ഇതിനൊരു മൈൽഡ് സ്മെല്ലാണ്. പിന്നെ എൻ്റെ ഈദിൻ്റെ ഔട്ട്ഫിറ്റാണ് കേട്ടോ ഞാൻ ഇടുന്നത്. ഈ ഒരു ഔട്ട്ഫിറ്റാണ്. ലേറ്റ് ആയത് കാരണം എൻ്റെ ബ്രദറായിരുന്നു കേട്ടോ കൊണ്ടുവിട്ടിട്ടുണ്ടായിരുന്നത്. സ്റ്റോപ്പിലേറ്റും അവനായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ബസ്സിന് കാത്തിരിക്കുകയാണ്. ഇനി അരീക്കോട് എത്തിയിട്ട് കുറച്ച് നടക്കുമ്പോൾ ബോറടിക്കേണ്ട വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ്. നമ്മൾ നെയ്യലിനെ ഇങ്ങനെ നോക്കി നടക്കാൻ നല്ല രസമാണ് കേട്ടോ. ഞാൻ അന്ന് വീഡിയോ എടുത്തപ്പോഴാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ക്ലാസ്സിലെത്തി കഴിഞ്ഞാൽ നേരെ പഞ്ച് ചെയ്യാൻ പോകും. പഞ്ച് ചെയ്യാൻ ഞാൻ പോയപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നു. അപ്പോൾ അവിടെ സാർമാരെ കണ്ടപ്പോൾ പിന്നെ എനിക്ക് എടുക്കേണ്ട തോന്നിയിട്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് പോകുന്നു. പിന്നെ ചെക്ക് ഇൻ ചെയ്യുന്ന ടൈമും ചെക്കൗട്ട് ചെയ്യുന്ന ടൈമും കറക്റ്റായിട്ട് അവിടെ എഴുതി വെക്കണം. ഇനി നമുക്ക് ക്ലാസ്സിൽ കയറും, ക്ലാസ്സിൽ നിന്ന് പഠിക്കും, പിന്നെ കുറേ ഫോണിലൊക്കെ നോക്കും. അത് കഴിഞ്ഞിട്ട് ഞാനിതാ ഉച്ചയ്ക്ക് ആയിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നേരെ ഒരു ടിലോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ദാഹം. അത് ബസ്സിൽ നിന്ന് കുടിക്കാമല്ലോ വിചാരിച്ചിട്ട് അതിൻ്റെ ആശ്വാസത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ ബസ് ഒരു 10-15 മിനിറ്റൊക്കെ ആവും എടുക്കാൻ. എനിക്ക് ഈ ഒരു പ്ലേസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവിടെ എത്തുമ്പോൾ എന്തോ ഒരു കൂളാണ്, നല്ലൊരു തണുപ്പുണ്ട് ആ ഒരു ഏരിയ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എന്താ വീട്ടിലെത്തി. എന്നെ ക്ലാസ്സിൽ നിന്ന് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, കൊറിയർ ഉണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ബ്രദറെ വിളിച്ച് പറഞ്ഞപ്പോൾ ഓനത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇത് നൈറ്റ് പൊട്ടിക്കട്ടോ, അതാണ് എൻ്റെ ഒരു ഇത്. അതിങ്ങനെ പൊട്ടിക്കാണ്ടല്ലോ എന്നുള്ളൊരിതുണ്ടാവും എനിക്കുള്ളിലേക്ക്. പിന്നെ അത് കഴിഞ്ഞ് നേരെ ഞാൻ ഫ്രഷായി. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പാൻറ്റും ടീഷർട്ടും ആയിട്ടോ ഇടുന്നത്. അങ്ങനെ അത് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് സ്കിൻ കെയറിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഡേംഡോക്കും പിന്നെ ഈ ഒരു ഡോട്ട് ആൻഡ് കീൻ്റെ ലിപ് ബാമുമാണ് കേട്ടോ. റെഡ് റൊമാൻസ് എന്നാണ് ഇതിൻ്റെ ഒരു ഇത് ഷെയ്ഡ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇടുന്നതിന് മുന്നേ ഞാനിത് ഈ ഒരു കോക്കനട്ടിൻ്റെ വാട്ടർ കുടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കോക്കനട്ടിൻ്റെ വാട്ടർ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ലിപ് ബാം ഇട്ട്. ലിപ് ബാം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ എൻ്റെ ഒരു സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ. അതായത് ഈ ഡേംഡോക്ക് ഞാൻ ഇപ്പോൾ കുറച്ചായിട്ടുള്ള യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇനി അതൊക്കെ ഒന്ന് ജസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ മോർണിംഗിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. ദോശയും പിന്നെ സാമ്പാറും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചോറ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ ഇതായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സാമ്പാറും ദോശയും. ഞാൻ എപ്പോൾ ചായ വെച്ചാലും ഇതാണ് കേട്ടോ അവസ്ഥ, ഒന്നായിട്ടത് ഫില്ലാവും. അപ്പോൾ എൻ്റെ മമ്മി പുറത്തിരുന്ന് പറയുന്നുണ്ട് കുറച്ച് ടേബിളിൽ കൂടെയും പിന്നെ എൻ്റെ പ്ലേറ്റിക്കും ഒന്നായിട്ട് ഉണ്ടാക്കിയാളെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ വോയിസൊക്കെ സഹിതം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പോസ്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് വീട്ടിൽ നിൽക്കാനൊരു സൗകര്യം ഉണ്ടാവില്ല. പിന്നെ എൻ്റെ ബോഡീൻ്റെ മുകളിൽ തലയില്ലാത്ത അവസ്ഥ കേട്ടോ. പിന്നെ എന്താ ഈ ബ്രോഡാഡി സിനിമയൊക്കെ കണ്ട് അത് കഴിഞ്ഞ് കുറച്ച് ടൈം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 4 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം 4:45 നല്ല മഴയായിരുന്നു, നല്ല കാറ്റൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. നമ്മളെന്തോ മൂന്നാറിലൊക്കെ പോയിരിക്കുന്നൊരു ഫീല്. അതായത് നമുക്ക് എന്തും ആസ്വദിക്കാൻ അറിയുമെങ്കിൽ എല്ലാം മനോഹരമാണ്.
നോട്ട് ദ പോയിൻറ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ മഴയൊക്കെ ഒന്ന് തുറന്നതിന് ശേഷം നമ്മൾ 3 പേരും ചായയൊക്കെ കൊണ്ട് സിറ്റ് ഔട്ടിൽ ഇറങ്ങി. എന്നിട്ട് നമ്മൾ ചായ കുടിക്കുകയാണ്. അതിൽ ഇന്ന് ചായക്ക് സ്നാക്സ് ആയിട്ട് ഉണ്ടായിരുന്നത് കായ ബജി ഉണ്ടായിരുന്നു, ചട്ടിനി ഉണ്ടായിരുന്നു, പിന്നെ ഈ ചിപ്സൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഈ കായ ബജിയും ചട്ടിനി നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തല കുത്തി മറിയും കഴിച്ച അത്രയ്ക്ക് ടേസ്റ്റാണ്. സന്തോഷം കൊണ്ട് തല കുത്തി മറിയാന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ അത് കഴിച്ചാൽ. പിന്നെ ക്ലാസ്സിന് പോയത് മുതൽ വന്നത് വരെയുള്ള വിശേഷങ്ങൾ അവിടെ അവതരിപ്പിക്കും. അവർ സഹകെട്ട് തന്നെ കേട്ടിരിക്കും എന്നുള്ളതാണ് സത്യം. പിന്നെ നമ്മൾ കായ ബജിക്കൊക്കെ ചെറുതായിട്ട് നടി ഉണ്ടാക്കും ഞാനോനും. അത് പിന്നെ സ്വാഭാവികം, അത് ഇപ്പോഴും തുടരുന്നുണ്ട് കേട്ടോ ഞാനോനും ആ ഒരു കാര്യം. പിന്നെ അത് കഴിഞ്ഞിട്ട് മഗ്‌രിബിൻ്റെ ബാങ്കൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ നിസ്കരിക്കാൻ പോകും. എന്നിട്ട് നമ്മൾ ഖുർആനൊക്കെ ഓതും. അതിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സൂറത്താണ് കേട്ടോ ഖുൽ ഹുവല്ലാഹു. അങ്ങനെ എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ളതൊക്കെ ഉണ്ട്. അങ്ങനെ ഖുർആനെല്ലാം ഓതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് വീടിന് പുകയിടാണ്. ഞാൻ ഈ സിഗർ ലൈറ്റാണ് എടുത്തപ്പോൾ ഓനും വേണം. അപ്പം അവിടെ നമ്മൾ ഒരടിയായി. ഈ അടി കൂടുമ്പോൾ ഒരു പ്രത്യേക സുഖമായിട്ട് നമ്മൾ നിസ്സാര കാര്യത്തിനാണ് കൈസ് അടി ഉണ്ടാക്കുക. അത് കഴിഞ്ഞിട്ട് അവന് സിഗർ ലൈറ്റൊക്കെ കത്തിച്ച് അത് സെറ്റാക്കി തന്ന് ഇനി നമുക്ക് അത് പുകയിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് പുകയിക്കാൻ. അപ്പം ഞാൻ സിറ്റ് ഔട്ടിലും പിന്നെ ഈ ഹാളിലും ബെഡ്റൂമിൽ അങ്ങനെയൊക്കെ ഒന്ന് പുകയിക്കും. ഇത് കുറേ ടൈം നിൽക്കും. ഇത് ചന്ദനത്തിരി ഒന്നുമില്ല, വേറെ എന്തോ ഒരു സാധനമാണ്, എനിക്കിതിൻ്റെ പേരറിയില്ല. അപ്പോൾ എല്ലായിടത്തും ഒന്ന് പുകയിച്ചതിന് ശേഷം നല്ല സ്മെല്ലാണ്, കുറേ ടൈം നിൽക്കും കേട്ടോ ഈ സ്മെല്ല്, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പുകയിച്ച് ഇങ്ങനെ നടക്കും കുറച്ച് ടൈം. പിന്നെ കുറച്ച് ടൈം പഠിക്കാനിരിക്കും. അതിൽ പഠിക്കാൻ ബുക്ക് ഇങ്ങോട്ട് എടുത്താൽ എനിക്ക് എവിടെ നിന്നില്ലാത്ത കുറേ ഡൗട്ടുകൾ കയറി വരും. അതിൽ ആ ഡൗട്ട് തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വരയ്ക്കും, പിന്നെ ഇങ്ങോട്ട് വരയ്ക്കും, അങ്ങനെ കുറേ ടൈം അതിൻ്റെ ബാക്കിൽ പോകും കേട്ടോ. പിന്നെ കുറച്ച് ടൈം വായിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അതിൻ്റെ ബാക്കിലെ ബുക്കിൽ തന്നെ ആയിരിക്കും കേട്ടോ കുറച്ച് ടൈം. നമ്മളെ ചടങ്ങിലേക്ക് കിടക്കാം. അതായത് ഇതോടെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇതിലൊരു 48 കളേഴ്സാണ് കേട്ടോ വരുന്നത്. ഇതൊരു 7 ഡേയ്സിൽ റിട്ടേൺ അടിച്ചില്ലെങ്കിൽ പിന്നെ പോകില്ല, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ നോക്കുന്നത്. ഇതിൽ ഒരു മാർക്കറുമ്പോൾ തന്നെ 2 കളേഴ്സ് വരുന്നുണ്ട്, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ നല്ല കളേഴ്സാണ്, ആൾമോസ്റ്റ് എല്ലാ കളേഴ്സും ഉണ്ട്. പിന്നെ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ. നമുക്ക് ബോട്ടിൽ ആർട്ട് ചെയ്യുന്നവർക്കും ക്രാഫ്റ്റിംഗ് ചെയ്യുന്നവർക്കൊക്കെ ഉപകാരമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മാംഗോ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ മാംഗോ നമുക്ക് തന്നത് പൂമോൾത്താത്തയാണ് കേട്ടോ. ഇത് നമ്മൾ ആദ്യത്തെ നൈബർ തന്നതാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല മാമ്പലുണ്ടായി, മാങ്ങ പിന്നെ എവിടെയെല്ലാം ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് ആക്ച്വലി ഒരു പെൻ ഹോൾഡറാണ് ഞാൻ ഉദ്ദേശിച്ചത്, അങ്ങനെ ആയി വരുമെന്നൊന്നും എനിക്കറിയില്ല. അതായത് ഇത് ആമസോണിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു ബോക്സ് ആയിരുന്നു. ആ ബോക്സ് ഞാൻ പേപ്പറൊക്കെ ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ ഒന്ന് പാളിയിട്ടുണ്ട്. അതായത് വാട്ടർ ആഡാക്കിയത്, പെയിൻറ്റിലേക്ക് വാട്ടർ ആഡാക്കുമല്ലോ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടി വാട്ടറൊക്കെ ആഡാക്കിയിട്ട് അതൊന്ന് സെറ്റാക്കി എടുത്തു. ഇനി അതിൻ്റെ മേലെ നമുക്ക് ടെഡി ബിയറൊക്കെ വരാനുണ്ട്, അത് പിന്നെ നമുക്ക് ടെഡി ബിയറൊക്കെ സെറ്റാക്കാം. ഇപ്പോൾ അവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിൽ ഈ കോൾഡ് കോഫി ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ സാമ്പാർ ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കോൾഡ് കോഫി കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.